ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്രിസ്മസിനൊക്കെ ചെയ്യാൻ പറ്റിയ കുട്ടികളുടെ ഡ്രസ്സിലായാലും നമ്മുടെ കുർത്തീസിനായാലും എവിടെയും ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. വളരെ സിമ്പിളാണ്. ഇതിന് നമ്മൾ ഫാബ്രിക് ഗ്ലൂ പേൾസും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഹാഫ് പേളാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റിക്ക് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നുമില്ല, ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്ത് കഴിയാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു ഡിസൈൻ പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഒരു ക്രിസ്മസ് ട്രീ പോലെ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ട്രയാങ്കിൾ നമ്മൾ പേൾസ് വെക്കുന്നു, പിന്നെ ഒരു ട്രയാങ്കിളിൽ പേൾസ് വെക്കുന്നു, ഒരു 3 ട്രയാങ്കിളിൽ ഇതുപോലെ പേൾസ് വെക്കുന്നു, എന്നിട്ട് ഇവിടെ ഒരു സ്റ്റാർ ഷേപ്പിലും പേൾസ് വെക്കുന്നു. അത്രമാത്രം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഡിസൈൻ ഇതിൽ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേന കൊണ്ട് തന്നെ മാർക്ക് ചെയ്തേക്കുന്നത്. അത് നമ്മൾ കാണത്തില്ല, പേൾസ് വെച്ച് കഴിയുമ്പോൾ അത് കാണത്തില്ല. അപ്പോൾ ആ മാർക്കിങ്ങിലൂടെ തന്നെ പേൾസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിൽ ആദ്യം ഇനി ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പോവുക. അപ്പോൾ ആദ്യം അകത്ത് ഡിസൈൻ ചെയ്ത് അങ്ങനെ ചെയ്യാം. ഇത് ഉണങ്ങുമ്പോൾ ഫാബ്രിക് ഗ്ലൂ എല്ലാം അങ്ങ് പൊക്കോളും. അപ്പോൾ ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ലൈൻ ചെയ്യാം. പേൾസ് നമ്മൾ ഇതുപോലുള്ള കുഞ്ഞ് പേൾ കണ്ടോ, ഇതാണ് യൂസ് ചെയ്യുന്നത്. ഹാഫ് പേളാണിത്, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. അതിനകത്ത് ഇതുപോലെ ഒരു നീഡിലോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് ചെറിയൊരു പശ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കാൻ പറ്റും. അതിൽ പറ്റി ഇപ്പോൾ ഇങ്ങനെ വന്നോളൂ. ഞാനിപ്പോൾ ഇത് കൊണ്ട് കുറച്ച് ഇതുപോലെ തട്ടിയിട്ടിട്ടുണ്ട്. അതോട്ട് ഞാനിപ്പോൾ പേൾസ് ഇതുപോലെ കുറച്ചധികം ഇങ്ങനെ തട്ടിയിട്ടിട്ട് ഇതുപോലെ അങ്ങനെ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതുപോലെ അപ്ലൈ ചെയ്ത് പോയാൽ മതി. ഇത് കുഞ്ഞതായതുകൊണ്ട് നമുക്ക് കൈ പിടിക്കാറൊന്നും കാണത്തില്ല. അപ്പോൾ ഇതുപോലെ നീഡിലോ സിസറിൻ്റെ അറ്റം കൊണ്ടോ അങ്ങനെയെങ്ങാനൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത ട്രയാങ്കിൾ ചെയ്യാം. ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ ഞാനിത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റാറും കൂടെ ഇതുപോലെ ചെയ്യാം.
കണ്ടോ ഇതുപോലെ ഇപ്പോൾ ഈ ഡിസൈനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഉണങ്ങുമ്പോൾ ഈ വൈറ്റ് മാർക്സ് ഒന്നും കാണത്തില്ല, പേൾസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇതുപോലെ 2-3 എണ്ണം നമുക്ക് കുർത്തീസിലൊക്കെ ചെയ്യാം. ഇതല്ലെങ്കിൽ ഒരെണ്ണമായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് ഈ ക്രിസ്മസിന് നമ്മുടെ റെഡ് കളറിലെ കുർത്തീസിന് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാം. കണ്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയൊക്കെ ഇതുപോലെ ഡിസൈൻ ആയിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഒട്ടും ഇളകി പോകത്തില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഒട്ടും ഇളകി പോകാത്ത രീതിയിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.